ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു 5.1 ആംപ്ലിഫയർ നിർമ്മിക്കാൻ ആവശ്യമായുള്ള ഒരു കിറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മൾ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പല ഡീറ്റെയിലും എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇതിനെ ഉൾപ്പെടുത്തിയതെന്ന് നോക്കാം. ഇതിന് വരുന്നത് അക്രലിക് ഷീറ്റിൽ ഡിസൈൻ ചെയ്ത ഒരു പാനൽ, ഫ്രണ്ട് പാനലാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതിൻ്റെ സ്വിച്ചിങ് കട്ടിങ്, പാനൽ കട്ടിങ് എല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഒരു പേപ്പർ ഉണ്ട്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റാണത്. അത് നമ്മൾ അസംബ്ലി ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷീറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അസംബ്ലി ചെയ്തതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാം. കൂടാതെ ഇതാണ് അതിൻ്റെ പവർ കോഡ്. നല്ല ക്വാളിറ്റി ഉള്ള പവർ കോഡ് തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. കൂടാതെ നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ വയറുകളും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. എല്ലാം ക്ലിപ്പിംഗ് ടൈപ്പാണ്, അതായത് പിൻ ടൈപ്പാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ബോർഡ് ടു ബോർഡ് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഇത് പിന്നെ നമ്മൾ റിമോട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന എൻകോഡറാണ്. ഈ എൻകോഡർ നമുക്ക് ആ ഒരു ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യാം. അതെല്ലാം തന്നെ ആ ഒരു ബോർഡിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട് പാനലിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. കൂടാതെ ഇതാണ് USB ബോർഡ്. ഈ USB ബോർഡ് പകാരി കമ്പനിയുടെ USB ബോർഡാണ്. ഇതിൽ ഫ്ലാക്ക് ഫയലും അതുപോലെ NKV ഫയലും എല്ലാം തന്നെ സപ്പോർട്ടാവും. നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു USB ബോർഡാണ്. ഇൻബിൽറ്റ് ബ്ലൂടൂത്തും ഈ ഒരു ബോർഡിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇതാണ് നമുക്ക് സബ് വൂഫറിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു DC അതുപോലെ ഡിലേ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതിനുള്ള എല്ലാ സപ്ലൈയും തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ബോർഡിൻ്റെ കൂടെ വരുന്ന അതിൽ തന്നെ അതിൻ്റെ ഫിൽറ്റർ സെക്ഷനും വരുന്നുണ്ട്. കൂടാതെ ഇത് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ സ്വിച്ചിങ് കൺട്രോൾ, അതായത് നമുക്ക് എൻകോഡർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്വിച്ച് ഉപയോഗിക്കാം, USB ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള കിറ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ബോർഡ്, പ്രോഗ്രാം IC വരുന്ന ബോർഡ് ഇതാണ്. നമുക്ക് ഇതുപോലെ 2 ബോർഡാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് നമുക്ക്. അതായത് ഇതിൻ്റെ പ്രോഗ്രാം ICയും അതുപോലെ സ്വിച്ചിങ് IC ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോർഡ്. അതുപോലെ ഇത് 4 മോസ്ഫെറ്റ് ബോർഡ്, നമ്മൾ സബിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡാണ് 4 മോസ്ഫെറ്റ് ബോർഡ്. IRF 250 IRF P9240 മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബോർഡാണ് നമ്മൾ സബിനായിട്ട് ഇതിന് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹീറ്റ് സിങ്കും അതുപോലെ PCBയും മോസ്ഫെറ്റെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോസ്ഫെറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പോണൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള MFR കമ്പോണൻസും CFR കമ്പോണൻസും എല്ലാം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ 5 ചാനലിന് ഉപയോഗിക്കുന്ന ബോർഡ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് TDA 7265 വരുന്ന IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത് 5 ചാനലിന്. നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ സബിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഈ ഒരു ബോർഡ് നമ്മൾ 5 ചാനലിനായിട്ട് ഉപയോഗിക്കാം. അത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, റിയർ ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, അങ്ങനെ 5 ചാനലിന് ഈ ഒരു ബോർഡ് ഉപയോഗിക്കാം. ഫ്രണ്ടിന് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ള ചാനലെല്ലാം നമ്മൾ സ്റ്റീരിയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ബോർഡിൽ തന്നെ നമുക്ക് 1000 UF 50 വോൾട്ട് കപ്പാസിറ്റി ഉപയോഗിച്ച്, അതുപോലെ തന്നെ ത്രിനിക്സ് കമ്പനിയുടെ 3510 മെറ്റൽ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള സപ്ലൈ ഫിൽട്ടർ സെക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ഫിൽട്ടർ സെക്ഷൻ നമ്മൾ സബിലേക്കും കൊടുക്കാം. അതുപോലെ തന്നെ 7265 റെക്ടിഫയർ സെക്ഷനും ആ ഒരു ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അതെല്ലാം ആ ഒരു ബോർഡിൽ തന്നെ കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബോർഡിൽ തന്നെയാണ് സബ് വൂഫറിൻ്റെ ഫിൽറ്ററും ബോർഡും ആ ഒരു മെയിൻ ബോർഡ് തന്നെ അറ്റാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാനുള്ള അടിയിൽ കൊടുക്കാനുള്ള ബുഷും അതുപോലെ ഫ്യൂസ്, സ്വിച്ച് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മളൊരു 5.1 ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ഫോമർ മാത്രമാണ് നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ ലഭിക്കാത്തുള്ളൂ. ബാക്കി എല്ലാ സംഭവങ്ങളും ഒരു 5.1 ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യാനുള്ള എല്ലാ സംഭവവും നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്കറിയാം ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന കേസ്. നമുക്കറിയാം ഈ ഒരു കേസിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അടങ്ങിയ, നമ്മൾ ഈ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും എല്ലാ ഡീറ്റെയിലും അടങ്ങിയ സ്റ്റിക്കർ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിത് അസംബ്ലിങ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തന്നെ അസംബ്ലിങ് ചെയ്യാം. എല്ലാം സ്പീക്കർ സോക്കറ്റ് നമുക്ക് മെയിൻ ബോർഡിൽ തന്നെ അറ്റാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾഡിങ് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അധികം വരുന്നില്ല. എല്ലാം നമുക്ക് ജസ്റ്റ് ആ ഒരു പോർഷനിലേക്ക് കറക്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി.
സ്ക്രൂയിങ്ങിൻ്റെയും ഡ്രില്ലിങ്ങിൻ്റെയും ഒന്നും അധികം നമുക്ക് വരുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കിറ്റുകൾ ഉപയോഗിച്ച് നമുക്കൊരു ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് 7265 IC ഉപയോഗിച്ചുള്ള ബോർഡാണ്. കൂടാതെ തന്നെ നമുക്ക് 2030 IC ഉള്ള ബോർഡും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 ബോർഡും നമുക്ക് 2 വ്യത്യസ്ത വിലകളിലാണ് ലഭിക്കുന്നത് ഈ കിറ്റുകൾ. അപ്പോൾ 7265 വരുന്ന ബോർഡ് ഉപയോഗിച്ചുള്ള ഒരു കിറ്റിന് വേറെ പ്രൈസും, അതുപോലെ TDA 2030 IC ഉപയോഗിച്ച് വരുന്ന കിറ്റിന് മറ്റൊരു പ്രൈസുമാണ്. അപ്പം പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ദയവായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഓണുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ വരുന്നത് ഗുഡ് ബൈ.